ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കിയാൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കുറെ ആഴ്ചകളായിട്ട് നിഫ്റ്റി 50 ഒരു അപ്പർ റേഞ്ചിൽ തട്ടി നിൽക്കുന്നത് പോലെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 23,700 ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ക്ലിയർ ആയിട്ടുള്ള മുന്നേറ്റത്തിന്റെ മൊമെന്റം കിട്ടുന്നേയില്ല. തുടർച്ചയായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് കാരണം വീണ്ടും ഇൻഡെക്സ് താഴേക്ക് പോവാണ്. പക്ഷെ പലപ്പോഴും പല സ്റ്റോക്കുകളും മുകളിലേക്ക് പോകുന്നുണ്ട്. അതേസമയത്ത് കണ്ണുമടച്ച് മൊമെന്റത്തിനെ ഫോളോ ചെയ്യുന്നത് വലിയ ലോൺസിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ ഈ ഒരു മെയിൻ ഇൻഡെക്സ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ അതിനിടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടേതായിട്ടുള്ള മുന്നേറ്റം നടന്ന ഒരുപിടി സ്റ്റോക്കുകളുണ്ട്. മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത് കാണിച്ച് പലതും മുന്നോട്ടേക്ക് കുതിക്കുകയാണ്. മാത്രമല്ല നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസും ക്ലിയർ ആയിട്ടുള്ള ടെക്നിക്കൽ സിഗ്നൽസും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ മാർക്കറ്റ് മൊത്തത്തിലായിട്ട് റാലി ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയ്ക്ക് അവരുടേതായിട്ടുള്ള സ്റ്റോറീസും സപ്പോർട്ടും റീസണും ഒക്കെ ഉണ്ട് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഹൈ പ്രോബബിലിറ്റി ഉള്ള 5 ബുള്ളിഷ് സ്റ്റോക്സ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വെറുതെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത സ്റ്റോക്സ് അല്ല, ശക്തമായിട്ടുള്ള ബിസിനസ്സും ഒരു മുന്നേറ്റത്തിന് റെഡിയായിട്ട് നിൽക്കുന്ന ടെക്നിക്കൽ ചാർട്ട്സും ഉള്ള ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ്. തീർച്ചയായിട്ടും ഇതെന്റെ വ്യൂ ആണ്, ഒരു ട്രേഡിംഗ് റെക്കമെൻഡേഷൻ അല്ല.